ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷമുണ്ടായപ്പോൾ ഏവരും ചോദിച്ച ചോദ്യം പാക് ഒക്കുപ്പൈഡ് കശ്മീർ എന്ന് പറയുന്ന POK എന്തുകൊണ്ടാണ് നമ്മൾ പിടിച്ചെടുക്കാത്തത്, എന്തുകൊണ്ടാണ് നമ്മൾ നിലപാട് വ്യക്തമാക്കാത്തത്. ഇപ്പോൾ പറയുന്നു പാകിസ്ഥാൻ POKയിൽ അധിനിവേശം നടത്തിയതാണ്, അതുകൊണ്ട് അവിടം വിട്ടു പോകണം. ഇത് പറയുന്ന നമ്മുടെ വിദേശകാര്യ വക്താവായ രൺധീർ ജയ്സ്വാളാണ്. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതിനേക്കാൾ കുറച്ച് കടുത്ത ഭാഷയിലാണ് ഇത് പറഞ്ഞത്. പ്രധാനമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു വെള്ളവും രക്തവും ഒന്നിച്ചൊഴുകില്ല, തീവ്രവാദവും അതുപോലെ തന്നെ രക്തവും ഒന്നിച്ചു പോകില്ല, അതുപോലെ തന്നെ ട്രേഡും രക്തവും ഒന്നിച്ചു പോകില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നത് ചില വ്യക്തമായ ഉദ്ദേശങ്ങളോട് കൂടി തന്നെയാണ്. ഇവിടെ ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഭീകരരുടെ അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങളെല്ലാം തന്നെ പൊളിച്ചു കളയുക എന്ന് പറഞ്ഞാൽ POK തിരികെ കിട്ടുന്നതല്ലാതെ കശ്മീരുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കും ഞങ്ങളില്ല എന്ന് രൺധീർ ജയ്സ്വാൾ ഊന്നി പറയുകയും ചെയ്തു. ഇത് പാകിസ്ഥാനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കാരണം ഏറ്റവും അവസാനമുള്ള ആക്രമണം, അതായത് പഹൽഗാം ആക്രമണം ഉണ്ടല്ലോ, അതിൽ ചെയ്ത ഭീകരർക്ക് ട്രെയിനിങ് നടത്തിയത്, അവർ ഒളിച്ച് താമസിക്കാനുള്ള അവസരം നൽകിയതൊക്കെ POKയിലെ ഭീകര കേന്ദ്രങ്ങളിലാണ്, അവിടുത്തെ തീവ്രവാദ പരിശീലന ക്യാമ്പുകളിലാണ്. അപ്പോൾ അത് മുഴുവൻ ഇല്ലാതാക്കും, POKയെ ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും സ്വന്തമാക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നത്, വിദേശകാര്യ വക്താവ് പറയുന്നത് ഇതെല്ലാം ഏതാണ്ട് സെയിമാണ്. അപ്പോൾ ഇന്ത്യ പഹൽഗാമിലുണ്ടായ സംഭവങ്ങൾക്ക് തിരിച്ചടി നൽകിയത് പാകിസ്ഥാൻ ജനതയ്ക്കോ പാക് ആർമിക്കോ അല്ല, പകരം അവർ ഊട്ടി വളർത്തിയ ലഷ്കർ എ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള ഭീകരവാദ സംഘടനകൾക്കും അവരുടെ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾക്കുമാണ്. ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് POK പിടിക്കാത്തത്. ശരിക്കും പറഞ്ഞാൽ ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെ ജനസംഖ്യ ഏതാണ്ട് 50 ലക്ഷത്തോളം വരും. ഇതിൽ 90% ആളുകളും ഇന്ത്യയോട് ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന കശ്മീരിൻ്റെ വികസനമൊക്കെ കണ്ടപ്പോഴാണ് ഈ പാക് ഭരണകൂടം അവഗണിക്കുന്ന POKയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് അവർ തീരുമാനിക്കുന്നത്. പക്ഷേ ഇതിൽ 1% എന്ന് പറയുന്നത് പാക് സർക്കാർ തന്നെ അവിടെ കൊണ്ട് താമസിച്ചിരിക്കുന്ന ഭീകരവാദികളും തീവ്രവാദ നിലപാടുള്ളവരും അവരുടെ അനുയായികളുമാണ്. ഒപ്പം ഇന്ത്യ വിരുദ്ധ നിലപാടുള്ള നിരവധി ആൾക്കാരുമുണ്ട്. അപ്പോൾ POK നമ്മൾ പിടിച്ചെടുത്താൽ ഈ 50 ലക്ഷം ആൾക്കാരെയും കൂടെ നമ്മൾ സഹിക്കണം, നമ്മുടെ വിഭവങ്ങൾ ഇവർക്ക് പങ്കുവെക്കണം. അതിനു പകരം ഈ POKയിൽ ഒരു പോർമുഖം തുറന്നു കിട്ടണമെന്നാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ തീവ്രവാദ നിലപാടുള്ള ഭീകരവാദികളൊക്കെ തന്നെ ഒന്നുകിൽ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടാം, അല്ലെങ്കിൽ അവിടുന്ന് പലായനം ചെയ്യാം, അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ്, കറാച്ചി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഇവരെ ആർമി മാറ്റിക്കൊണ്ടുപോകാം. ഇത്തരത്തിലൊരു യുദ്ധമുഖം തുറന്ന് അവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ പാകിസ്ഥാൻ ഈ യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ പാകിസ്ഥാൻ്റെ ആർമി അവിടെ നിന്ന് മാറ്റി. അങ്ങനെ മാറ്റുമ്പോൾ ഇന്ത്യ POKയ്ക്ക് നേരെ ആക്രമണം നടത്തിയാൽ അവിടുത്തെ സിവിലിയൻസിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ സിമ്പതി നേടാൻ സാധിക്കുമായിരുന്നു. പക്ഷേ നമ്മൾ വളരെ കൃത്യമായിട്ട് തീവ്രവാദ ഭീകരവാദ കേന്ദ്രങ്ങളും അവരുടെ പരിശീലന കേന്ദ്രങ്ങളും മാത്രമാണ് തകർത്തത്. അതുകൊണ്ട് പാകിസ്ഥാൻ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അപ്പം നിലവിൽ POKയെ ഇന്ത്യ നിർബന്ധപൂർവ്വം നമ്മുടെ രാജ്യത്തോട് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അവിടെയുള്ള 50 ലക്ഷം പേരിൽ 1% ആളുകൾ നമുക്കെതിരായിട്ട് നിന്നു. 1% എന്ന് പറയാൻ 1 ലക്ഷത്തോളം പേർ വരും എന്ന് കൂട്ടിക്കോ. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ഇന്ത്യയുടെ റേഷൻ കാർഡ്, തിരിച്ചറിയൽ കാർഡ്, ആധാർ കാർഡൊക്കെ നൽകണം. അങ്ങനെയാണെങ്കിൽ രോഹിംഗ്യകളെ പോലെ അവർക്ക് ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാം, അവർ ഇന്ത്യക്കാരായി മാറി. പക്ഷെ അവരുടെ ഉള്ളിൽ ഇഞ്ചക്റ്റ് ചെയ്യപ്പെട്ട മത തീവ്രവാദം, ഭീകരവാദം എന്നിവ എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഇന്ത്യൻ ജനതയ്ക്കെതിരെ ഉപയോഗിക്കാം. കശ്മീർ മുതൽ കന്യാകുമാരി വരെ അവർക്ക് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം. അങ്ങനെയുള്ള 50 ലക്ഷം മദ്രസ ജനസംഖ്യ കൂട്ടേണ്ട കാര്യം നമുക്കുണ്ടോ? ഇതാണ് ഇന്ത്യ ഗൗരവമായി ചിന്തിക്കുന്നത്. അതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷായൊക്കെ സമയമാകട്ടെ POK നമ്മൾ പിടിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായ ചർച്ചകൾ നടത്തി, കൃത്യമായ ആലോചനകൾ നടത്തി, സമയബന്ധിതമായിട്ടൊരു തീരുമാനം മാത്രമേ നമുക്ക് കൈക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് വിനാശകരമായി മാറും. അപ്പോൾ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ നമ്മൾക്കെതിരായ നിലപാടുള്ള ആൾക്കാർ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയിൽ വിഘടനവാദം വർദ്ധിപ്പിക്കാൻ, ഇന്ത്യയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനൊക്കെ അവർ ആഗ്രഹിക്കും. അത്തരത്തിലുള്ള ആളുകളെ നിലയ്ക്ക് നിർത്തുക എന്നുള്ളത് നമ്മളുടെ ഒരു ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ മെയിൻ ടാർഗറ്റായിട്ട് POK വെച്ചിരുന്നുവെങ്കിലും ഭീകര ക്യാമ്പുകളെ മാത്രം ആക്രമിച്ചത്. അപ്പോൾ പ്രാദേശിക വിഘടനവാദികൾ ബലൂചിസ്ഥാൻ മേഖലയിൽ ശക്തി ആർജിച്ചു വരുന്നു. അതുകൊണ്ടാണ് ബലൂജ് എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര രാജ്യമായി മാറുന്നുവെന്നും അവിടുത്തെ ജനങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നുവെന്നൊക്കെയുള്ള വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരുന്നു.
ഒപ്പം ഇപ്പുറത്ത് ഖൈബർ പഷ്തൂൺഖ മേഖല, അവിടെ താലിബാൻ ഭരണകൂടത്തിൻ്റെ ഒരു പിന്തുണയിലൂടെ ചില ആക്രമണങ്ങളൊക്കെ നടത്തുന്നു. ഇനി ഈ പറയുന്ന ബലൂജ് മേഖലയിൽ ചൈനക്കാരെ കൊണ്ടുവരാനുള്ള ചില തന്ത്രങ്ങളൊക്കെ പാകിസ്ഥാൻ പ്രയോഗിക്കുന്നുണ്ട്. പക്ഷേ ചൈനക്കാർ അങ്ങോട്ടേക്ക് വന്നാൽ മുഴുവൻ പേരെയും വെടിവെച്ച് കൊല്ലുമെന്ന് കൃത്യമായിട്ട് അവർ അറിയിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 71 ആക്രമണങ്ങളാണ് ഈ പാക് ആർമിക്കെതിരെ ബലൂജ് നടത്തിയത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്ന് ഒരു നീക്കമൊന്നും നടത്താനോ അല്ലെ വെല്ലുവിളിക്കാനോ ഒന്നും ഇവർക്ക് കഴിയില്ല. അപ്പോൾ 90% ഇന്ത്യൻ സപ്പോർട്ടേഴ്സുള്ള POK എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഉടനെ കൂട്ടിച്ചേർക്കാത്തത് എന്നതിന് കൃത്യമായ ഉത്തരം കിട്ടിയല്ലോ. പക്ഷേ പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിക്കുകയോ നമ്മളുടെ രാജ്യത്തേക്ക് കശ്മീരിലേക്ക് ഉൾപ്പെടെ ആരെയെങ്കിലും നുഴഞ്ഞു കയറാൻ അനുവദിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനത്തിന് ശ്രമിക്കുകയോ ചെയ്താൽ ഒറ്റ ആക്രമണമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. അത് കരമാർഗം ഉണ്ടാകും, വ്യോമമാർഗമുണ്ടാവും, നാവിക മാർഗമുണ്ടാവും. അങ്ങനെ ഒറ്റ ആക്രമണത്തിലൂടെ POK നമ്മൾ പിടിച്ചെടുക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു യുദ്ധമുഖം POKയിൽ തുറന്നു കിട്ടിയാൽ ഇന്ത്യ കടന്ന് ആക്രമിച്ചിരിക്കും. അവിടെ നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മളെ സഹായിക്കുന്ന ആൾക്കാരെ മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യാൻ മതി. ബാക്കിയുള്ള ആൾക്കാർ നമുക്കെതിരെ യുദ്ധം ചെയ്ത് ഒന്നിയിൽ കൊല്ലപ്പെടും അല്ലെങ്കിൽ അവിടെ നിന്ന് പലായനം ചെയ്യും. ഇതാണ് ഇന്ത്യയുടെ തന്ത്രം. ഈ രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നത്. എന്തായാലും ലഷ്കർ-എ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളെ ഏതാണ്ട് നമ്മൾ തീർത്തിട്ടുണ്ട്. അവിടുത്തെ ആർമി ബേസുകൾ വിമാനങ്ങൾക്ക് കുതിച്ചുയരാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മൾ തകർത്തിട്ടുണ്ട്. സിഗ്നലിംഗ് സംവിധാനം ഇല്ലാതാക്കിയിട്ടുണ്ട്. നമ്മളുടെ ലക്ഷ്യങ്ങൾ ഏതാണ്ട് ഓക്കെയാണ്. 9 ഭീകര കേന്ദ്രങ്ങളാണ് അവരുടെ തകർത്തത്. അതോടുകൂടി അവർക്ക് നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിലെത്തി. ഇനി 1965 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായി. അന്ന് വേണമെങ്കിൽ നമുക്ക് ഈ POK പിടിക്കാമായിരുന്നു. 1971 യുദ്ധമുണ്ടായി, അന്ന് നമ്മൾ പിടിച്ചില്ല. എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടി 1947 ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായി മാറിയപ്പോൾ ഈ POKയിൽ അധിനിവേശം നടത്തി അവർക്കൊപ്പം കൂട്ടിച്ചേർത്താണ്. പക്ഷേ നമ്മൾ പുതിയ പാർലമെൻറ്റ് മന്ദിരം നിർമ്മിച്ചു. ആ സമയത്ത് കുറച്ച് സീറ്റുകൾ നമ്മൾ ഒഴിപ്പിച്ചിട്ടു. അപ്പോൾ എന്തിനാണ് ഈ സീറ്റുകൾ ഒഴിച്ചിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ നിന്ന് ജയിച്ചു വരുന്ന MPമാർക്കുള്ള സീറ്റാണെന്ന്. എന്ന് പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ POK നമ്മുടെ ഭാഗമായി മാറും. പാകിസ്ഥാൻ അവിടെ അധിനിവേശം നടത്തിയതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഞങ്ങളൊരു മുന്നറിയിപ്പ് നൽകുന്നു, അവിടെ നിന്ന് ഒഴിഞ്ഞു പോയിക്കോളൂ. അപ്പോൾ അവിടെയുള്ള ഭീകര തീവ്രവാദ നിലപാടുള്ളവർ ഒഴിഞ്ഞു പോവുകയും ഇന്ത്യക്കൊപ്പം ചേരണമെന്നും ഇന്ത്യയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ആൾക്കാർ അവിടെ നിലകൊള്ളുകയും ചെയ്തു എന്നാണ് ഒരർത്ഥം. അതല്ലെങ്കിൽ ശക്തമായ ഒരു ആക്രമണം ഇനി POKയ്ക്ക് നേരെ ഉണ്ടാകും. നേരത്തെ തന്നെ പാകിസ്ഥാൻ നമുക്ക് നേരെ ചൊറിച്ചിലുമായിട്ട് വന്നു, ഡ്രോണുകൾ അയച്ചു, മിസൈലുകൾ അയച്ചപ്പോൾ നമ്മൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു. അന്ന് അവർ പ്രതീക്ഷിച്ചത് ഈ POKയ്ക്ക് നേരെ ആക്രമണം നടത്തുമെന്നായിരുന്നു. പക്ഷേ നമ്മൾ കൃത്യമായി സാറ്റലൈറ്റിൻ്റെയും മറ്റും സഹായത്തോടെ കൃത്യമായ ലക്ഷ്യങ്ങൾ കണ്ടെത്തിയിട്ട് ടാർഗറ്റിൽ അടിസ്ഥാനമാക്കിയുള്ള അറ്റാക്കാണ് നടത്തിയത്. അതിനെ അവർക്ക് നിയന്ത്രിക്കാനോ അല്ല പിടിച്ചു നിർത്താനോ ഒന്നും കഴിഞ്ഞില്ല. മാത്രമല്ല നമ്മൾ പണ്ട് ഈ ന്യൂക്ലിയർ പരീക്ഷണമൊക്കെ നടത്തിയപ്പോൾ അന്ന് സോണിയാഗാന്ധി പറഞ്ഞിരുന്നു, അയ്യോ നമ്മൾ അങ്ങനെ ചെയ്യരുത്, ലോകരാജ്യങ്ങളൊക്കെ നമ്മളെക്കുറിച്ച് എന്ത് പറയും, എന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എതിരായിട്ടുള്ള നിലപാടാണ് എല്ലായ്പ്പോഴും കോൺഗ്രസ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ നിലപാടുകളെ അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ പറയുന്നത് ഈ പഹൽഗാം അറ്റാക്കിൻ്റെ തുടർച്ചയായിട്ട് നടത്തിയ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വിടണം, ഇതേക്കുറിച്ച് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യണമെന്നാണ്. അപ്പോൾ ആർമിയുടെ എല്ലാ ആക്രമണ രഹസ്യങ്ങളും നമുക്ക് തുറന്നു പറയാൻ പറ്റില്ല. ബലേക്കോട്ടിൽ പണ്ടൊരു ആക്രമണം നടത്തിയപ്പോൾ ഈ ബലേക്കോട്ടിലെ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പ്രതിപക്ഷത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഒരു ശ്രദ്ധ അല്ലെങ്കിൽ അവരുടെ ഒരു അംഗീകാരം ഒക്കെ തന്നെ ഈ പാകിസ്ഥാൻ അനുകൂലമാണെന്ന് പറഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റില്ല. എന്തായാലും 50 ലക്ഷത്തോളം വരുന്ന ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലെ ജനങ്ങളെ മുഴുവൻ നമ്മൾ സ്വീകരിക്കണോ, അതോ അവിടുത്തെ ഭീകരവാദികളെയും തീവ്രവാദികളെയും ഒഴിപ്പിക്കാനായിട്ട് അവിടെ ഒരു യുദ്ധമുഖം തുറക്കണോ എന്ന കാര്യത്തിൽ വലിയ ചർച്ചയൊക്കെ നടത്തുന്നുണ്ട്. നമ്മുടെ പ്രതിരോധ മന്ത്രി കാശ്മീരിലേക്ക് എത്തി അവിടെ ചില ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. എന്തായാലും മദ്രസകളിലെ ജനസംഖ്യ കൂട്ടുന്ന രീതിയിലുള്ള ഒരു നീക്കം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. തീവ്രവാദികളെയും ഭീകരവാദികളെയും പലായനം ചെയ്യിക്കുന്ന രീതിയിൽ അല്ലെ കൊന്നൊടുക്കുന്ന രീതിയിലുള്ള ഒരു നീക്കം, അതായത് ഗസയിൽ ഇസ്രയേൽ എങ്ങനെയാണോ ഹമാസിനെ നേരിട്ടത് അതിന് സമാനമായ ഒരു ആക്രമണ രീതിയെക്കുറിച്ച് ഇന്ത്യ ചിന്തിച്ചു തുടങ്ങിയെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും മിലിറ്ററിയുടെ കുറേ രഹസ്യങ്ങളായതിനാൽ അത് നമുക്ക് പൂർണ്ണമായിട്ടും വെളിപ്പെടുത്താൻ സാധിക്കില്ല. എന്തായാലും POK എന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യ പിടിച്ചെടുക്കുക തന്നെ ചെയ്യും. അവിടെയുള്ള തീവ്രവാദികളെയും ഭീകരവാദികളെയും ഒഴിവാക്കും. അതുകൊണ്ടാണ് ഇനി എപ്പോഴെങ്കിലും ഒരു പ്രകോപനമുണ്ടായാൽ അതിനെ യുദ്ധപ്രഖ്യാപനമായിട്ട് ഇന്ത്യ എടുക്കും. ഒറ്റ അറ്റാക്കിലൂടെ POK ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട.